ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നല്ല സന്തോഷത്തിലായിരിക്കും എല്ലാ യുണൈറ്റഡ് ആരാധകരും, എനിക്കറിയാം. ഞാനും അതുപോലെ തന്നെ നല്ല ഹാപ്പിയിലാണ്. എല്ലാവർക്കും അറിയാം എന്തായിരിക്കും അതിനുള്ള കാരണം എന്ന്. ബെഞ്ചമിൻ സെസ്കോ ഹാസ് അഗ്രീഡ് പേഴ്സണൽ ടേംസ് വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ജസ്റ്റ് ഒന്ന് എല്ലാവരും, ഹേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ മതി. യൂറോപ്യൻ ഫുട്ബോൾ ഇല്ല, ലാസ്റ്റ് സീസണിൽ ആകെ അട്ടപടലമായി ഒരവസ്ഥയായിട്ട്, എന്താ പറയുക, 15ാം സ്ഥാനത്ത് ഇതുവരെ ഇല്ലാത്ത, യുണൈറ്റഡിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പരിതാപകരമായ പെർഫോമൻസും അവസ്ഥയായിരുന്നു ലാസ്റ്റ് സീസൺ. എന്നിട്ടും നമ്മളെക്കാളും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനുള്ള ടീമും എല്ലാവരും എന്താണ് ആ ഒരു ക്ലബിനെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ട് യുണൈറ്റഡിനെ ചൂസ് ചെയ്യണമെങ്കിൽ അതിൽ ഒരൊറ്റ വാക്കേ പറയാനുള്ളൂ: വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബ് ഇൻ ദ വേൾഡ്. അത്ര മാത്രം, ആ ഒരു ഉദാഹരണം മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അത് മാത്രമേ ആവശ്യമുള്ളൂ. ന്യൂ കാസിലിന് എന്താ പറയുക, ശശി എന്താ പറയാ, ഗോപി എന്നൊക്കെ പറയില്ല, അതാണ് അവസ്ഥ. റിജക്റ്റഡ് FC. എന്തോരം പ്ലെയേഴ്സ് ആണ് ന്യൂ കാസിലിന് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അവർക്ക് സംഭവിച്ചത്. എംബോമി റിജക്ട് ചെയ്തു, ഇപ്പൊ ഇതാടി സെസ്കോ റിജക്ട് ചെയ്തു, അതുപോലെ വേറെ ആയിരുന്നു നമ്മുടെ പെഡ്രോ റിജക്ട് ചെയ്തു, ചെൽസിയിലേക്ക് പോയ കുറെ പേര് റിജക്ട് ചെയ്തിട്ടുണ്ട്. റിജക്റ്റഡ് FC ആയി മാറി. എന്തായാലും പേഴ്സണൽ ടേംസ് ഒക്കെ അഗ്രി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഷോക്ഡ് ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബിഡ് കണ്ടിട്ടാണ്. കാരണം ന്യൂ കാസിൽ 90 മില്യൺ വരെ ബിഡ് ഇട്ടിട്ടും നമ്മളിങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തായാലും നടക്കൂല. കാരണം ന്യൂ കാസിലിന്റെ സെക്കൻഡ് ബിഡായ 90 കണ്ടപ്പോൾ ഓൾമോസ്റ്റ് അവർ കൊണ്ടുപോയി എന്ന് തന്നെ വിചാരിച്ചതായിരുന്നു. പക്ഷേ ഇന്നലെ നോക്കുമ്പോൾ അതാ 85 മില്യൺ പ്ലസ് ആഡ് ഓൺസ്. അപ്പൊ ഈ കള്ളക്കാക്കാന്റെ കയ്യിൽ പൈസ ഉണ്ടാ? ഇയാളിത് എവിടെയെങ്കിലും മാറ്റി വെച്ചതോ അല്ലെങ്കിൽ കുഴിച്ചിട്ടിനോ ഇല്ലെങ്കിൽ വല്ല കടം വാങ്ങിയതാണോ എന്ന് എനിക്കറിയാം. മറ്റേ നമ്മുടെ ഒരു പടത്തിൽ ഹരീഷ് കണാരൻ പറഞ്ഞില്ലേ, കുറച്ച് ലോൺ തന്ന് സഹായിക്കണം. അതുപോലെ ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് കാല് പിടിച്ചിട്ടുണ്ടാവും, കുറച്ച് പൈസ തരണം, എനിക്ക് ഫാൻസിന്റെ കണ്ണിലൊന്ന് പൊടിയിടണം, ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. എനിക്ക് തോന്നുന്നു അതെങ്ങനെ ആയിരിക്കും. ഇല്ലെങ്കിൽ വല്ല കിഡ്നിയോ ഹാർട്ടോ എന്തെങ്കിലും പണ്ടാരെടുത്ത് വിറ്റിട്ടുണ്ടാവും മൂപ്പര്. അല്ലാണ്ട് ഇതെവിടുന്ന പൈസ വരിക? കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടുത്തൊരു പോസ്റ്റ് എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് 200 മില്യന്റെ ക്രെഡിറ്റ് എങ്ങാനും കയ്യിലുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു മിഡ്ഫീൽഡറിനെയും ഗോൾ കീപ്പറിനെയും വാങ്ങാനുള്ള സിറ്റുവേഷൻ യുണൈറ്റഡിനുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ രണ്ടൊരു പൊസിഷൻ കൂടി കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ടെൽ ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് ട്രാൻസ്ഫർ വിൻഡോ ഫോർ us. കാരണം ഈ ഒരു അവസ്ഥയിലും ഇങ്ങനെ ഒരു സൈനിങ്സ് നടത്താൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ എന്തായാലും സെസ്കോന്റെ ഓൾമോസ്റ്റ് ഡൺ ആണ്. എനിക്ക് തോന്നുന്നു ആ നെഗോഷിയേഷൻ നമ്മുടെ സർജിൻ മണ്ണന്റെതും ഒമർ ബറാഡേന്റെ എല്ലാം ആസ് യൂഷ്വൽ ഇൻസ്റ്റാൾമെന്റ്സിൽ കൊടുക്കാനുള്ള പരിപാടി ആയിരിക്കും. അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്തു. മിക്കവാറും ഇന്നോ നാളെയോ കൊണ്ട് തന്നെ ഹിയർ വി ഗോ വരും. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെട്ടെന്ന് ഡീല് ഡൺ ആക്കുന്നതാണ് നല്ലത്. കാരണം സീസൺ തുടങ്ങാൻ ഇനി ആകെ അത്രേ ദിവസങ്ങളുള്ളൂ. കാരണം സെസ്കോ വന്ന് ഒന്ന് പ്ലേയേഴ്സുമായിട്ട് ഒന്ന് മിങ്കിളായി, അമോറിമിന്റെ സിസ്റ്റം ഒന്ന് സെറ്റായി, ഒരു ഗെയിമെങ്കിലും കളിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. ഒരു പ്രീ സീസൺ പോലെ ഒന്നെങ്കിലും കളിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സെസ്കോന്റെ ഹിയർ വി ഗോ വന്നതിന് ശേഷമാണ്, ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഡണ്ണ് തന്നെയാണ്. അടുത്ത നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ പ്രീമിയർ ലീഗ് സമ്മർ സീസൺ കിരീടം തൂക്കിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് ടു ഓൾ യുണൈറ്റഡ് പ്ലെയേഴ്സ് ആൻഡ് സോ ഹാപ്പി ഫോർ യുണൈറ്റഡ് ഫാൻസ്. നമുക്ക് അതെങ്കിലും ഉണ്ടല്ലോ, ആർസണലിനൊന്നും അതുപോലും ഇല്ലല്ലോ. അങ്ങനെ ഇതാക്കാം. പക്ഷെ പോസിറ്റീവ് സൈൻസ് ആണ്. കാരണം പ്രീമിയർ ലീഗിലുള്ള ബോൺമൗത്ത്, ചെൽസി എന്ന് പറയുന്നത്, വെസ്റ്റ് ഹാം, എവർട്ടൺ പോലെയുള്ള ടീമുകളെയൊക്കെ തോൽപ്പിക്കാൻ പറ്റി. എവർട്ടൻ്റെ കൂടെ ഡ്രോ ആണ് ആ ലാസ്റ്റത്തെ ഓൺ ഗോള്. പിന്നെ വേറെ വെസ്റ്റ് ഹാമിന്റെ കൂടി ഒരു ഓൺ ഗോൾ ഉണ്ടായിരുന്നു. ആ ഒരു സെറ്റ് ഒന്ന് മാറ്റണം. പിന്നെ നമ്മളിപ്പോൾ ഈ സ്ട്രൈക്കർ ഓൾമോസ്റ്റ് സെസ്കോ സെറ്റായ സ്ഥിതിക്ക് ഹൊയ്ലുണ്ട് പോവോ ഇല്ലയോ, അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് ജസ്റ്റ് മുന്നേ ഞാനൊരു പോസ്റ്റ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെസ്കോന്റെ ഡീല് ഡൺ ആവുകയാണെങ്കിൽ സെപ്റ്റംബർ 1, അതായത് ഓഗസ്റ്റ് 31 നമ്മുടെ വിൻഡോ ക്ലോസ് ചെയ്യുന്നത്, അതിനു മുൻപായിട്ട് നമ്മുടെ ഹൊയ്ലുണ്ട് തീരുമാനം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹൊയ്ലുണ്ട് പോകുന്നുണ്ട്, പോയിക്കോട്ടെ. കാരണം നമുക്ക് ബാക്കപ്പ് ആയിട്ട് സിറിക്സിനെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടുണ്ടാവുക സെസ്കോന്. അല്ലെങ്കിൽ ഹൊയ്ലുണ്ട് നിന്നിട്ട് ഹി ഷുഡ് ഫൈറ്റ് ഫോർ ഹിസ് പ്ലേസ്. അതാണ് വേണ്ടത്. കാരണം സെസ്കോനെ ഞാൻ അധികം എടുത്ത് അങ്ങ് ആകാശത്ത് നിന്ന് എത്തിക്കുന്നില്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി നല്ലൊരു പ്ലെയർ ആണ്.
കാരണം ആസ്നൽ ഫസ്റ്റ് നോക്കിയത് അവനെ തന്നെയായിരുന്നു, അവന്റെ പിന്നാലെ തന്നെയായിരുന്നു, ഗ്യോക്കോറസേ ഉണ്ടായിരുന്നില്ല. കാരണം ഇവൻ ഈ ഏരിയൽ ഡുവൽസിലും അവന്റെ ആ ഹൈറ്റും ഫിസിക്കും സ്പേസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല ഹൈറ്റും അടാറ് ചങ്ങയാണ്. കാരണം ആസ്നൽ അങ്ങനത്തെ ഒരാളാണ് വേണ്ടത്. കാരണം അവരുടെ സെറ്റ് പീസ് FC ആണല്ലോ. കാരണം അവന്മാർക്ക് ഹെഡ് ചെയ്യുന്ന ഒരാളാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയായിരുന്നു സെസ്കോന്റെ പിന്നാലെ ആയിരുന്നു. പക്ഷെ അവർ ഗ്യോക്കോറസിനെ എടുത്തു, സെസ്കോനെ നമ്മൾ തൂക്കി. അടുത്ത നമുക്ക് പൊസിഷൻ ഫില്ല് ചെയ്യേണ്ടത് മിഡാണ്. കാരണം ആ പ്രീമിയർ ലീഗ് സമ്മർ സീരീസിലെ ലാസ്റ്റ് മാച്ച് വിസസ് എവർട്ടണിലും ഓപ്പൺ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച ആ ഒരു ഫോർമേഷൻ ആണ് ട്രൈ ചെയ്തത്, 3-4-1-2. ബ്രൂണോന്റെ പൊസിഷനിലും നമ്പർ 8 കൂന, എംബൂമേട്ട് നോർമൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഉഗാർട്ടെ, മൈനു എല്ലാ കളിയും ഒരുപോലെ എല്ലാന്ന് അവന്മാര് തെളിയിച്ചു തന്നു. അതാണ് എവർട്ടന്റെ കൂടെ കണ്ടത്. അതിന് മുന്നേ ഉള്ള മാച്ചിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ അവന്മാരെ നമ്പാൻ പറ്റില്ല, എല്ലാ കാലവും നമ്പാൻ പറ്റില്ല. അപ്പൊ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. അപ്പൊ ബലേബേനെ പോലത്തെ ഒരു ഇംപ്രൂവ്ഡ് ആൻഡ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിരുന്നു ബ്രൈറ്റന്റെ. പക്ഷെ ബ്രൈറ്റന്റെ അടുത്ത് നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പൈസയായിരിക്കും അവന്മാർ പറയാ. അത് 100% ഉറപ്പാണ്. 80-100 അടുത്തൊക്കെ വരും. പിന്നെ ഇല്ലെങ്കിൽ നമ്മുടെ സ്പോർട്ടിങ്ങിന്റെ ഹോൾമാൻഡ്, പുള്ളിക്ക് നമ്മൾ 35 എങ്ങാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 50 വേണമെന്നാണ് സ്പോർട്ടിങ് പറയുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അറ്റ്ലാന്റയുടെ എഡേഴ്സൺ ഒരു മിഡ് നിർബന്ധമാണ്. ഗോൾ കീപ്പറിന്റെ കാര്യമുണ്ട്. ഗോൾ കീപ്പർ പക്ഷെ ഒനാന അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരു പാർട്ടിയായി മാറിയിട്ടുള്ള, ഞാൻ എവിടെയും പോവില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും, എന്നെ കൊണ്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നുള്ള രീതിയിലാണ് അവൻ നിന്നിട്ടുള്ളത്. പക്ഷെ ഡൊണാറുമ്മേന്റെ ന്യൂസും ലിങ്ക്സും ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. PSG-ക്ക് 30-35 മില്യണേ വേണ്ടേ ഉള്ളൂ. ഈസി പിക്കാണ്. ഈസി പിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി പിക്ക്. അവൻ ഓക്കെ ആണ്. അതായത് ആ പ്ലെയറിന് ചാമ്പ്യൻസ് ലീഗ് ഒന്നും ആവശ്യമില്ല. യുണൈറ്റഡ് പോലത്തെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ക്ലബ്ബിൽ കളിക്കാൻ തയ്യാറാണ് ഡൊണാറുമെങ്കിൽ സുഖസുന്ദരമായിട്ട് കൊണ്ടുവരാം. എക്സ്പീരിയൻസ്ഡ് ആണ്. 26 ഇയേഴ്സേ ആയിട്ടുള്ളൂ. നല്ല ഹൈ പ്രൊഫൈൽ ഏജിൽ തന്നെയാണ് ഉള്ളത്. വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പർ ഇൻ ദ വേൾഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡൊണാറുമിനെ കൊണ്ട് പറയാം. കിട്ടുകയാണെങ്കിൽ നല്ലൊരു കിട്ടലായിരിക്കും അതും. അപ്പൊ ആ ഒരു പൊസിഷൻ ഇപ്പൊ സ്ട്രൈക്കർ ഓൾമോസ്റ്റ് സെറ്റായി. മിഡ് ആൻഡ് ഗോൾ കീപ്പർ അതും കൂടി ഒന്ന് കിട്ടുകയാണെങ്കിൽ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, അത്രേ പറയുള്ളൂ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാരണം ഫസ്റ്റ് 5 മാച്ചസ് തന്നെ ക്രൂഷ്യൽ, ഡു ഓർ ഡൈ എന്ന് പറഞ്ഞ പോലെയാണ് ഫസ്റ്റ് 5 മാച്ചസ്. നമുക്ക് അതിൽ നമ്മളൊരു തീരുമാനം ആവും. അതാണ് തീരുമാനം. കാരണം കാണിച്ചു കൊടുക്കണം. ഈ എഴുതി തള്ളിയവന്മായിരിക്കും, പുച്ഛിച്ച് തള്ളിയ എല്ലായിരിക്കും എന്താണ് ഈ ബാഡ്ജിന്റെ ഇതെന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതാണ് ആവശ്യം. അത് മാത്രമേ ആവശ്യമുള്ളൂ. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ മോശമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. ഫസ്റ്റ് ഒരു മന്ദഗതിയിൽ നമ്മുടെ മറ്റേ ആമയും മുയലും തമ്മിലുള്ള മത്സരം പോലെയായിരുന്നു. കൂന വന്നത് മറ്റേ മുയല് അടിച്ചു കയറിയ പോലെയായിരുന്നു. പക്ഷെ പിന്നെ എന്തായി, ആമേന്റെ റോളിലേക്ക് മാറി. മെല്ലനെ 1.5 മാസം എടുത്തത്. ഇപ്പൊ സെസ്കോൻ്റെത് കുറച്ചൊരു സ്പീഡായിട്ടുണ്ട്. ഇനി ഇതിമാര് ഡിലേ ആക്കാതിരുന്നാൽ മതി. പേഴ്സണൽ ടേംസിൽ അഗ്രി ചെയ്തിരിക്കുക, എങ്ങനെയെങ്കിലും ഫൈനൽ പ്രൈസ് ഇതാക്കി ഇൻസ്റ്റാൾമെന്റ്സ് ആണോ ഇല്ലെങ്കിൽ എങ്ങനെയാണോ അത് കൊടുക്കാനുള്ള തീരുമാനം കൊടുത്ത് ക്ലോസ് ചെയ്യുക. അധികം ഡിലേ ആക്കാതെ പെട്ടെന്ന് ക്ലോസ് ചെയ്ത് തീരുമാനമാക്കുക. അതാണ് വേണ്ടത്. എന്നാൽ പിന്നെ അപ്പൊ തന്നെ അടുത്ത ഒരു ഇതില് എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. സ്കൗട്ടിംഗ് ഒക്കെ ഇപ്പോ അത്യാവശ്യം നല്ലൊരു സിസ്റ്റമായി മാറിയിട്ടുണ്ട്. ചറപറ എന്നുള്ള ഒരു സൈനിങ്സ് ഇല്ലാണ്ട് അമോറിമ ഏതാണ് ചോദിക്കുന്നത്, അതായത് പക്ക മാനേജറിനെ ബാക്ക് ചെയ്യുക, അത് തന്നെയാണ് വേണ്ടത്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ സർജീവിനെയൊക്കെ കുറിച്ചിട്ട് കുറേ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇയാളിങ്ങനെ 85 മില്യൺ ഒക്കെ വിട്ടിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച ഒരു 50+ ഏതെങ്കിലും പ്ലെയർ അങ്ങനെയായിരിക്കും പറയാം. പക്ഷെ അതല്ല, ഇത് നല്ലൊരു ഇതാണ് എടുത്തത്. പിന്നെ നമ്മുടെ സെയിൽസ് ഭയങ്കര ശോകമാണ്. ഗെർനാച്ചോ, സാൻചോ, ആന്റണി, മലാഷിയ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ആ ഗെർനാച്ചോ ഓരോരോ സ്റ്റാറ്റസ് ഇടും. ഇന്ന് മറ്റേ നമ്മുടെ യുണൈറ്റഡിന്റെ അവന്റെ പേര് 17 ഇങ്ങനെ ആക്കിയിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. എന്താണ് ഇവൻ കളിക്കുന്നത് എനിക്കറിയില്ല. ചെൽസി ചോദിക്കുന്നത് 30 മില്യണേ തരുള്ളൂ. പോയിട്ട് വേറെ വല്ല പണിക്കും പോകാൻ പറ അവന്മാരോട്. ഉളുപ്പുണ്ടോ വന്നിട്ട് 30 മില്യൺ ഒരു ഗെർനാച്ചോട് ചോദിക്കാൻ? കൊടുക്കാനേ പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവനെ അണ്ടർ 21 ഇട്ടിട്ട് അവിടെ കളിക്കട്ടെ, കുറച്ച് കഷ്ടപ്പെടട്ടെ അവിടെ. ആന്റണി ആണെങ്കിൽ എനിക്ക് റിയൽ ബെറ്റീസ് മാത്രം മതിയേ, ഞാൻ അവിടെയേ പോകുള്ളൂ. അവന്മാരാണെങ്കിൽ നമ്മളെ പോലെ തന്നെ കുത്തുവാള എടുത്ത അവസ്ഥയിൽ, ബിഡും ഇല്ല, പൈസയും ഇല്ല, വേണമെങ്കിൽ ലോണിലെടുക്കാം. നഷ്ടക്കച്ചവടം അത്. ആ ഒരു 3 ആളെയും കൂടി സെയിലും കൂടി നടത്തി കഴിഞ്ഞാൽ 100% it will be a very good transfer window and hope for the best for the upcoming season. അപ്പം എന്തായാലും ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ സെസ്കോന്റെ ഹിയർ വി ഗോ വരട്ടെ. എന്നിട്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.